വരയിടം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കർണാഭരണങ്ങളാണ്, മ്യൂറൽ ചിത്രങ്ങളിലെ കർണാഭരണങ്ങളാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. തക്ക, കാതില, തോട, കുണ്ടലം എന്നീ പല പേരുകളിലും കാതിലണിയുന്ന ആഭരണങ്ങൾ അറിയപ്പെടുന്നുണ്ട്. ആദ്യം ഒരു മുഖം വരച്ചുകൊണ്ടാണ് കർണാഭരണം വരച്ച് കാണിക്കുന്നത്. ഇവിടെ കണ്ണും മൂക്കും തമ്മിലുള്ള ഒരു അകലമാണ് കാതിൻ്റെ അളവായിട്ട് എടുക്കാറ്. അത് മ്യൂറൽ ചിത്രങ്ങളിൽ മാത്രമല്ല, റിയലിസ്റ്റിക് ആയിട്ട് മുഖം വരയ്ക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്. കാതുകൾ വലുതാക്കുന്നത് ഭംഗിയായി കരുതിയിരുന്ന കാലത്ത് പനയോലയും കൈതോലയും ഒക്കെ ചുരുട്ടി കാതിൻ്റെ ദ്വാരത്തിലണിഞ്ഞ് കാതിന് വലിപ്പം കൂട്ടിയിരുന്നു. ആ രൂപത്തിലാണ് കാതോല എന്ന ആഭരണങ്ങൾ കാണുന്നത്. ഇതിൻ്റെ അനുകരണമായി ചുവർച്ചിത്രങ്ങളിലും കഥകളിയിലെ സ്ത്രീ കഥാപാത്രങ്ങളിലും കർണാഭരണങ്ങൾ കാണപ്പെടുന്നുണ്ട്. വനമാല, പുഷ്പമാല തുടങ്ങിയവയും കാതിലെ ആഭരണങ്ങളായി കാണുന്നുണ്ട്. പ്രാചീന കാലത്ത് തളിരുകളും പൂക്കളും വള്ളികളുമൊക്കെ കാതിലണിഞ്ഞിരുന്നു. ചുവർച്ചിത്രങ്ങളിൽ കാതിൽ പൂവ്, കാതിലോല തുടങ്ങിയ കർണാഭരണങ്ങൾ കാണാം. ഇവിടെ വള്ളികളും മുത്തുകളും ചേർത്ത് ഉള്ള ഒരു തരം കർണാഭരണങ്ങളാണ് വരയ്ക്കുന്നത്. അതിൽ വള്ളികളൊരു ബോർഡർ ഡിസൈൻ പോലെ കൊടുത്തിട്ട് നടുക്ക് ഭാഗത്ത് മുത്തുകൾ ഉള്ള രീതിയിലാണ്. ഇതിന് വള്ളികൾക്ക് ഇളം പച്ച നിറം കൊടുക്കുകയോ അല്ലെങ്കിൽ യെല്ലോ ഓക്കറിൻ്റെ വർണ്ണം തന്നെ കൊടുക്കുകയോ ചെയ്യാം. അതുപോലെ ആ കർണാഭരണത്തിൻ്റെ അറ്റത്തായിട്ട് ഒരു മുകുടം പോലെ കാണുന്ന ഇപ്പോൾ വരയ്ക്കുന്ന ആ ഭാഗവും യെല്ലോ ഓക്കർ കൊണ്ട് കളർ കൊടുത്ത് റെഡും ബ്ലാക്കും കൊണ്ട് വരച്ചെടുക്കാം. ഇതിനുള്ളിലെ മുത്തുകൾ സാധാരണ ഈ കർണാഭരണത്തിൻ്റെ ഭംഗി ആ മുത്തുകൾ വെള്ള നിറത്തിൽ തന്നെ കാണുന്നതാണ്. ബ്ലാക്ക് കൊണ്ട് ചുറ്റും വരച്ച് മുത്തുകൾ വരച്ച് ഉള്ളിൽ നിറം കൊടുക്കാതെ വെള്ള നിറത്തിൽ തന്നെ ഇടുന്നതാണ് ഭംഗി. ഇനി നിറം കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതും യെല്ലോ ഓക്കർ കൊണ്ട് നിറം കൊടുത്ത്, അല്ലെങ്കിൽ മുത്തുകൾക്ക് ഇളം നീല നിറം കൊടുത്തും ഒക്കെ വരച്ച് കാണുന്നുണ്ട്. തോളിൽ വന്ന് തടഞ്ഞു നിൽക്കുന്നത് പോലെ ആണ് ഈ കർണാഭരണം ഇരിക്കുന്നത്. വരയ്ക്കുമ്പോൾ തോളിലേക്ക് മറ്റ് ധാരാളം അലങ്കാരങ്ങൾ വരുന്നത് കൊണ്ട് തോളിൽ വന്ന് തടഞ്ഞു നിൽക്കുന്നതായിട്ടാണ് ഈ ആഭരണം വരച്ചിരിക്കുന്നത്. താഴേക്ക് ഊർന്ന് കിടക്കുന്ന രീതിയിലും ഒക്കെ ഇത് വരയ്ക്കാവുന്നതാണ്. ഒരു ഭാഗത്ത് വരയ്ക്കുന്ന രീതിയിൽ തന്നെ മറുഭാഗത്തും വരയ്ക്കുകയാണ് മിക്കവാറും ചെയ്യാറ്. അടുത്തതായി വള്ളികൾ കൊണ്ട് മാത്രമുള്ള ഒരു കർണാഭരണത്തിൻ്റെ ഡിസൈനാണ് വരയ്ക്കുന്നത്. ശകുന്തളയൊക്കെ കാതുകളിൽ തളിരിലകൾ അണിയുന്നതായിട്ട് ശിരസിലും മുടിയിലും അതുപോലെ കാതിലുമൊക്കെ അണിയുന്നതായിട്ട് ശകുന്തളത്തിലൊക്കെ പറയുന്നുണ്ട്. പല കാവ്യങ്ങളിലും ഇങ്ങനെ അന്നത്തെ സ്ത്രീകൾ കാതിൽ ഇലകൾ, തളിരിലകളും വള്ളികളുമൊക്കെ അണിയുന്നതായിട്ട് പറയാറുണ്ട്. പല ചിത്രങ്ങളിലും മനോഹരമായ വള്ളികൾ വരച്ചു ചേർത്ത് കാതാഭരണങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് കാണാം. കുംഭലത എന്നൊക്കെ പറയുന്ന ഡിസൈനുകളിലുള്ളതുപോലെയുള്ള ലതകൾ വരച്ച് ചേർത്ത് കാതാഭരണങ്ങൾ ഉണ്ടാക്കുന്ന ചിത്രങ്ങളിൽ കാണാറുണ്ട്. ഇപ്പോൾ വരച്ചുകൊണ്ടിരിക്കുന്ന ഈ ഡിസൈൻ പല ആഭരണങ്ങളിലും ആവർത്തിച്ച് വരുന്നതാണ്. ആ മണിമാല പോലെ വരച്ചിട്ട് അതൊന്ന് വളച്ച് വരച്ചുകൊണ്ട് ഒരു വള്ളി പോലെയാക്കി എടുക്കുന്ന, ഒരു ചുരുണ്ടിരിക്കുന്ന ഇലകൾ പോലെ തോന്നിക്കുന്ന ഒരു ഡിസൈൻ. അത് ഈ കാതാഭരണത്തിൽ മാത്രമല്ല പല അലങ്കാരങ്ങളിലും മ്യൂറൽ ചിത്രങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ഡിസൈനാണ്. അപ്പം ഇതും പല രൂപത്തിൽ കാതാഭരണമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇനി വരയ്ക്കുന്നത് ഏറ്റവും ലളിതമായിട്ടുള്ളൊരു കർണാഭരണമാണ്. പഴയ കാലത്തെ സ്ത്രീകളൊക്കെ കാത് വളർത്തിയ ശേഷം ഇടുന്ന തോട പോലെയുള്ള ഒരു ആഭരണം. ഇത് ഈ രീതിയിൽ ഏറ്റവും ലളിതമായും വരയ്ക്കാം. അതുപോലെ ഇതിൽ പല ഡിസൈനുകൾ ചേർത്ത് കുറച്ചുകൂടി വിപുലപ്പെടുത്തി അല്ലെങ്കിൽ മനോഹരമാക്കിയും ഒക്കെ വരയ്ക്കാം.
പല ആഭരണങ്ങൾക്കുള്ളിലും ഇതുപോലെ ചെറിയ ചെറിയ കളം വരയ്ക്കുന്ന ഭാഗങ്ങളുണ്ട്. അത് മിക്കവാറും ആ സ്വർണ്ണവർണ്ണത്തിനിടയ്ക്ക് ആ പേപ്പർ വൈറ്റ് അതേപടി കാണുന്ന ഭാഗമാണ്. അവിടെ ബ്ലാക്ക് ലൈൻ മാത്രം കൊടുത്തുകൊണ്ട്, കറുത്ത വരകൾ മാത്രം ഇട്ടുകൊണ്ട് അത് ചെയ്യുന്നത് ആഭരണത്തിനൊരു ഭംഗി കൂട്ടുന്നുണ്ട്. ഇത് കാതിൻ്റെ വളർത്തിയ ഭാഗമാണ് ഇപ്പം വരച്ചത്. അത് തോടയുടെ ചുറ്റും ഇങ്ങനെ ഇരിക്കും. അടുത്തതായി വരയ്ക്കുന്നത് നായകമണി എന്ന ഡിസൈനാണ്. ഇത് മ്യൂറൽ ചിത്രങ്ങളിൽ പലയിടങ്ങളിലും ആവർത്തിച്ച് വരയ്ക്കുന്ന ഒരു ഡിസൈനാണ്. മ്യൂറൽ വരച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഈ ഡിസൈൻ പ്രത്യേകം വരച്ച് പഠിക്കുന്നത് നന്നായിരിക്കും. കാരണം ഇത് വളകളിലും കാതുകളിലും അതുപോലെ കിരീടങ്ങളിലും മറ്റ് അലങ്കാരങ്ങൾ ഉപയോഗിക്കുന്നിടത്തുമൊക്കെ ആവർത്തിച്ച് വരുന്നുണ്ട്. പല തരത്തിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളോടുകൂടി നായകമണി ആവർത്തിച്ച് വരയ്ക്കാറുണ്ട്. അതുകൊണ്ട് നായകമണി പ്രത്യേകം വരച്ച് പഠിക്കുന്നത് നന്നായിരിക്കും. അതുപോലെ മണിമാല ഡിസൈൻ, നായകമണി, പിന്നെ ഏതായാലും ചില ചില അലങ്കാരങ്ങൾ അതൊക്കെ വരയ്ക്കുന്ന സമയത്ത് പറയാം. അത്തരം അലങ്കാരങ്ങൾ പ്രത്യേകം ബുക്കിൽ ആവർത്തിച്ച് വരച്ച് പഠിക്കുന്നത് നന്നായിരിക്കും. ഇനി ചുറ്റും കൊടുക്കുന്നത് മണിമാല ഡിസൈനാണ്. ആ 4 ഭാഗം കൃത്യമായിട്ട് വരാനായിട്ട് ആദ്യം അതിൻ്റെ ആ 4 ഭാഗം ഒന്ന് അടയാളപ്പെടുത്തി വെക്കുകയാണ്. ഇനി അതിനിടയിലൂടെ മണിമാല ഡിസൈൻ വരച്ച് അത് യോജിപ്പിക്കുകയാണ്. നായകമണിയിൽ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തിയ ഡിസൈനുകൾ കർണാഭരണം കൂടാതെ മറ്റു പലയിടത്തും പ്രയോഗിക്കുന്നതാണ്. ചിത്രങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലാകും. ധാരാളം മ്യൂറൽ ചിത്രങ്ങൾ കാണുകയാണെങ്കിൽ ആഭരണത്തെക്കുറിച്ചുള്ള ധാരണ ലഭിക്കും. ഇനി ദേവീദേവന്മാരുടെയൊക്കെ ചിത്രങ്ങൾ വരയ്ക്കുമ്പോൾ അവിടെ ഓരോ സന്ദർഭം അനുസരിച്ചും ശക്തി കാണിക്കാനുമൊക്കെയായി പലതരത്തിലുള്ള കർണാഭരണങ്ങൾ കാണാറുണ്ട്. നാഗകുണ്ടലം, അതുപോലെ ഗജകുണ്ടലം, വ്യാളിയുടെ മുഖത്തോടു കൂടിയുള്ള ആഭരണം, അങ്ങനെ പലതരം ആഭരണങ്ങളും മ്യൂറൽ ചിത്രങ്ങളിൽ കാണാറുണ്ട്. ഈ ഒരു വീഡിയോയിൽ അവ ഉൾപ്പെടുത്താനായിട്ട് സാധിക്കാത്തതുകൊണ്ട് അത് വേറൊരു വീഡിയോ ആയി വരയ്ക്കുന്നതാണ്. ഇനി ഏതാനും ചിത്രങ്ങളിലെ കുണ്ടലങ്ങൾ കൂടി അല്ലെങ്കിൽ കർണാഭരണങ്ങൾ കൂടി കാണിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ടെന്ന് തോന്നിയാൽ ലൈക്കും കമൻറ്റും അതുപോലെ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്.